നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 262 262. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം ഭാഗം 262 20-ാം അധ്യായം. ശൗനകാ ഉവാച മഹീം പ്രതിഷ്ഠാം മധ്യസ്യ സൗദേ സ്വയംഭുവോ മനു അന്യന്യദിഷ്ടദ്വാരാണി മാർഗായാവരജന്മനാം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, സൂതനായ രോമഹർഷണപുത്ര, ഇദ്ദേഹം രോമഹർഷണൻ എന്നുള്ള ആളുടെ മകനാണ്. സ്വയം ബ്രഹ്മപുത്രനായ മനു വാസസ്ഥാനമായ ഭൂമിയെ പ്രാപിച്ച ശേഷം അനന്തരം ജനിപ്പാനുള്ളവരുടെ നിർഗമനത്തിനായി എന്തുപായങ്ങളെ അനുവർത്തിച്ചു, എന്ത് കാര്യമാണ് അവർ ചെയ്തത് എന്നാണ് ചോദ്യം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥാണ് പറഞ്ഞത്. വരാഹമൂർത്തിയായി അവതരിച്ച ഭഗവാന്റെ ചരിതം കേട്ടതിന് ശേഷം ശൗനകൻ മനുവംശത്തെക്കുറിച്ച് സൂതനോട് ചോദിക്കുന്നു. ഹേ രോമകർഷണപുത്രനായ സൂത, സകല വസ്തുക്കളെയും പ്രാണികളെയും വഹിക്കാൻ തക്ക സ്ഥാനമായ ഭൂമിയെ, ആ ഭൂമി എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വിധം സിദ്ധിച്ചതിൽ പിന്നെ ബ്രഹ്മപുത്രനായ മനു ഭഗവാനിൽ ലയിച്ചിരിക്കുന്നവനും ഇനി ജനിപ്പാനുള്ളവരുമായ പ്രാണികളുടെ ഉത്ഭവത്തിനു വേണ്ടി ഏതേത് മാർഗങ്ങളെ അനുസരിച്ചു, എന്തുപായത്തെ ആശ്രയിച്ചിട്ടാണ് മനു സൃഷ്ടിവർഗത്തെ വർദ്ധിപ്പിച്ചത് എന്ന ചോദ്യത്തിൽ അടങ്ങിയ സാരം. അപ്പോൾ ഇത് ഒരു 5 ശ്ലോകം ഒന്നായിട്ടാണ് ഇനി പോണത്. അപ്പോൾ 2, 3, 4, 5, 6. ക്ഷത്താ മഹാഭാഗവത കൃഷ്ണസൈകാന്തിക സുഹൃത് യസ്തദ്യാജാഗ്രജം കൃഷ്ണേ സാപത്യം ഭഗവാനിധി. 3-ാമത്തെ ശ്ലോകം. ദ്വൈപായനാദനവരോ മഹിത്വേ തസ്യ തേഹജ സർവാത്മനാശ്രിത കൃഷ്ണം തത്പരാംശ്ചാപ്യാനുവ്രതാം. ഇനി 4. കിം അന്യപൃച്ഛൻ മൈത്രേയം വിരജാസ്തീർത്ഥസേവയാ ഉപഗമ്യ കുശാവർത്ത ആസീനം തത്വവിത്തമം. ഇനി 5. തയോ സംവദതോ സൂത പ്രവൃത്താഹ്യമലാകഥാ ആപോ ഗംഗാ ഇവാഗ്നീർഹരേ പാദാംബുജാശ്രയാ. ഇനി 6. താ ന കീർത്തയ ഭദ്രം തേ ഉദാരകർമ്മണ രസജ്ഞാ കോനു തൃപ്യേതാ ഹരിലീലാമൃതം ബിബൻ. സാരാംശങ്ങളുടെ ഒരു അണക്കെട്ട് ഇങ്ങോട്ട് പൊട്ടി എന്തുണ്ടാവും, അതാണ് ഇതിവിടെ സംഭവിക്കാൻ പോണത്. അപ്പോൾ ആ 5 ശ്ലോകത്തിൻ്റെയും വാക്കാർത്ഥം പറയണത്, മഹാനായ ഭഗവത് ഭക്തനും കൃഷ്ണൻ്റെ പരമസ്നേഹിതനും പാത്രീഭൂതനും മഹിമാവിഷയത്തിൽ വ്യാസനിൽ നിന്ന് ന്യൂനമല്ലാത്തവനും, അതായത് വ്യാസരെ പോലെ തന്നെ എന്നർത്ഥം, വ്യാസവീര്യത്തിൽ നിന്നുദ്ഭവിച്ചവനും കൃഷ്ണനെ സർവഭാവത്തോടുകൂടി ആശ്രയിച്ചവനും. ശുഗരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. തീർത്ഥസേവ കൊണ്ട് രജോ ഗുണസ്പർശമില്ലാത്തവനുമായ വിതുരനെ പറ്റിയിട്ടാണ് പറഞ്ഞത്.
ഗംഗാദ്വാരത്തിൽ വസിക്കുന്നവനും പരമാർത്ഥമറിഞ്ഞിരിക്കുന്നവരിൽ അത്യുത്തമനുമായ മൈത്രേയനെ സമീപിച്ചിട്ട് പിന്നെ എന്തു ചോദിച്ചു? കൃഷ്ണനിൽ പാപം ആചരിച്ചവൻ എന്ന കാരണത്താൽ പുത്രന്മാരോടുകൂടിയ ജ്യേഷ്ഠനെ, അതായത് ധൃതരാഷ്ട്രരെ യാതൊരുവൻ വിതുരർ ഉപേക്ഷിച്ചു. കാരണം എന്താ? ദുര്യോധനൻ്റെ ക്രൂരമായ വാക്കുകൾ. അല്ലയോ സൂത, അവർ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാപം നശിപ്പിക്കുന്ന ഗംഗാജലമെന്ന പോലെ ഹരിയുടെ പാദപത്മത്തെ സംബന്ധിക്കുന്നവയും പരിശുദ്ധകളുമായ ചരിത്രങ്ങൾ ഒഴുകിയിരിക്കും നിശ്ചയം. അവർ തമ്മിലുള്ള സംവാദത്തിൽ ഗംഗയാകുന്ന അറിവ് ഒഴുകിയെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എന്നിട്ട് പറയണു ഒഴുകിയിരിക്കും നിശ്ചയം. എന്നിട്ട് പറഞ്ഞു, കീർത്തിപ്പാൻ യോഗ്യമായ ഉദാരകർമ്മത്തോടു കൂടിയ ഭഗവാന്റെ കഥകളെ ഞങ്ങളോട് പറഞ്ഞാലും അങ്ങയ്ക്ക് മംഗളം വരട്ടെ. ഹരിയുടെ ക്രീഡാവിശേഷമാകുന്ന അമൃതത്തെ പാനം ചെയ്യുന്ന രസം അറിയുന്ന ഏതൊരുത്തൻ മതി എന്ന് വിചാരിക്കും. അതായത് ഏത് വിഭവം ഉപേക്ഷിച്ചാലും ചിലവർ പായസം ഒഴിവാക്കില്ല. അതേപോലെ ഇവിടെ ഭഗവാന്റെ കഥകൾ എത്ര കേട്ടാലും മതി വരില്ല. കാരണം എന്താ? മോക്ഷശുക്കൾക്കുള്ള സിദ്ധൌഷധാണ് ഭാഗവതം. മാത്രമല്ല, മോക്ഷ പദവി മുമുക്ഷത്വത്തിലെത്തിയാലും ഭാഗവതം മനനം ചെയ്യും. കാരണം എന്താ? ഇനി ഒരിക്കലും താഴത്തേക്ക് പോണ പ്രശ്നമില്ല. ഇനി സച്ചിദാനന്ദഘനസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ വീരശൂര പരാക്രമത്തിൽ ഇങ്ങനെ ലയിച്ച് ആനന്ദം, ചിന്മയാനന്ദം, ഉന്മാദം എന്ന് പറയും വേണം, ഉന്മാദാവസ്ഥ എല്ലാം പ്രാപിച്ചു. ഇപ്പം എല്ലാറ്റിനെയും സാക്ഷിയായിട്ട് കാണുക. ആ ഒരർത്ഥത്തിലാണ് ഇവിടെ ഇതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞിട്ടുള്ളത്. സത്യമാണ് ഇനി അത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു ഭാവാർത്ഥം ഉൾക്കൊള്ളണം. മനുവിൻ്റെ പ്രജാസൃഷ്ടികർമ്മം വിതുര മൈത്രേയ സംവാദത്തിൽ നിന്ന് തന്നെ എടുത്തു പറഞ്ഞു ഞങ്ങളെ കേൾപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ വിതുരർ ശ്രീകൃഷ്ണനെ മാത്രം ആശ്രയിച്ച, വിതുരർ ശ്രീകൃഷ്ണ സമനാന്നാണ് പറഞ്ഞതേ, വിതുരർ ശ്രീകൃഷ്ണനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന പരിശുദ്ധ ഹൃദയമുള്ള മഹാഭക്തനാകുന്നുവല്ലോ. കൃഷ്ണാജ്ഞയെ അനുസരിക്കാതിരുന്ന ദോഷം കണ്ടിട്ടല്ലേ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രയെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും വിതുരർ ഉപേക്ഷിച്ചത്? എന്നു മാത്രമല്ല, വ്യാസവീരത്തിൽ നിന്ന് ജനിച്ച അദ്ദേഹം വിതുരർ വ്യാസാത്മജനാണ്. അപ്പോൾ ശുഗരെ പോലെ തന്നെ ജ്ഞാനിയാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ധൃതരാഷ്ട്രക്ക് ആ ഒരു ഗുണം കിട്ടിയില്ല. കാരണം എന്താ? സംഘത്തിൽ വന്ന പിഴവ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സംഘത്തിൽ പിഴവ് വന്നാൽ കുട്ടികൾ അതപ്പതിക്കും. ഇതാണ് ഇതിൻ്റെ നാരായ വേറെ. അത് മനസ്സിലാക്കാതെ കണ്ട് ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ ഇതിൽ നിന്ന് രക്ഷപ്പെടണോ? ഇത് വാസ്തവികമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പോൾ വ്യാസവീരത്തിൽ നിന്ന് ജനിച്ച അദ്ദേഹം മഹാത്മ്യം കൊണ്ട് വ്യാസതുല്യൻ തന്നെ സർവാത്മഭാവത്തോടുകൂടി കൃഷ്ണനെ ആശ്രയിച്ചവനാകുന്നു. അത്രമാത്രമല്ല, ശ്രീകൃഷ്ണ ഭക്തന്മാരെ അനുഗമിക്കുന്നവനുമാകുന്നു. തീർത്ഥസേവ കൊണ്ട് രജോ ഗുണകാര്യമായ പ്രപഞ്ചവാസന തന്നെ വിതുരരിൽ കാണാതായിരിക്കുന്നു. അപ്പോൾ MLA ആവുക, MP ആവുക എന്നുള്ളത് രജോ ഗുണപ്രധാന. അത് പ്രജകൾക്ക് സൗകുമാര്യത്തെ ജനിപ്പിക്കുന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടില്ലെങ്കിൽ പിന്നെ അവർ പിന്നെയും താഴും, തമോ ഗുണത്തിലേക്ക് വരും, രാക്ഷസീയ ഭാവത്തിലേക്ക് വരും. അപ്പോൾ പിന്നെ അവരുടെ ജന്മം പാഴാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണല്ലോ ഹരിദ്വാരത്തിൽ ഇരിക്കുന്ന മൈത്രേയരെ ചെന്നു കാണാൻ സാധിച്ചത്. മൈത്രേയർ തത്വജ്ഞനെന്നു മാത്രമല്ല പരമഭക്തനും, മൈത്രേയർക്ക് അങ്ങനൊരു പതിവുണ്ട്, കൂടിയാകയാൽ, അതായത് പരമഭക്തനും കൂടിയാകയാൽ തത്വജ്ഞാനത്തിൽ വെച്ച പരമോത്കൃഷ്ടനാകുന്നു. അവരുടെ സംവാദത്തിൽ അന്ധക്കരണ പരിശുദ്ധിയെ ജനിപ്പിക്കുവാനും പാപങ്ങളെ നിശേഷം നശിപ്പിക്കുവാനും ഭക്തിയായിരിക്കുന്ന ശ്രീകൃഷ്ണ കഥകൾ അടങ്ങാതിരിക്കില്ല.
കൃഷ്ണപാദ സംസർഗം നിമിത്തമല്ലേ ഗംഗാജലത്തിന് പാപഭോഗങ്ങളെ നശിപ്പിക്കുവാൻ ശക്തി ലഭിച്ചത്? അനുത്തരം യെസ് എന്ന് പറയാൻ സാധിക്കണം. എന്നിട്ടോ അതുകൊണ്ട് വിതുരമൈത്രേയ സംവാദത്തിൽ നിന്നുണ്ടായ കഥകളെ ഞങ്ങളോട് പറയുക. ഹേ സൂത, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നല്ല കാര്യങ്ങൾ പറയുന്ന വ്യക്തിക്ക് മംഗളങ്ങൾ തന്നെയാണ്. അത് കേട്ടവർക്കോ അവർക്കും മംഗളമാണ്. അതായത് കല്യാണമസ്തു ശുഭമസ്തു നിത്യം എന്ന് വേദവാക്യം പറയും. എല്ലാ ദിവസവും മംഗളമായി തീരണമെന്നുണ്ടെങ്കിൽ ഗുരുകാർണവന്മാരുടെയും ഈശ്വരൻ്റെയും കാരുണ്യം തന്നെ വേണം. അപ്പോൾ നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഭക്തന്മാർക്ക് സർവ്വ ഐശ്വര്യങ്ങളെയും ശ്രവണമാത്രത്താൽ നൽകുന്നതിന് സമർത്ഥമായിരിക്കുന്ന ശ്രീകൃഷ്ണ ചരിതമാകുന്ന അമൃതത്തിൻ്റെ രസം നന്നായി അറിഞ്ഞ ഏതെങ്കിലും ഒരുവൻ അത് പാനം ചെയ്തു മതി എന്ന് വിചാരിക്കും. അപ്പോൾ ഭാഗവതം എനിക്കറിയാമെന്ന് പറയരുത്. ഭാഗവതം കണ്ടിന്യൂസായിട്ട് പഠനം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ രസജ്ഞത്വം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ കഥയെ തന്നെ ആവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞു. ഇനി 7ാമത്തെ ശ്ലോകം. ഏവം ഉഗ്രസ്രവാ പൃഷ്ട ഋഷിഭിർനൈമിഷായനൈഃ ഭഗവത്യർപ്പിതാധ്യാത്മസ്ഥാനാഃ ശ്രൂയതാം ഇതി. ഉത്കൃഷ്ടകീർത്തിയോടുകൂടിയ സൂതൻ നൈമിഷാരണ്യത്തിൽ വസിക്കുന്ന ഋഷികളാൽ ചോദിക്കപ്പെട്ടവനാകുന്നു. ആയിട്ട് ഭഗവാനിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് കേൾക്കുവിനെന്ന് അവരോട് പറഞ്ഞു. ശരി, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം, നിങ്ങൾ കേട്ടോളൂ എന്നായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇപ്രകാരം നൈമിഷാരണ്യവാസികളായ ഋഷികളുടെ ചോദ്യം കേട്ട ശേഷം പുരാണങ്ങളെ പറയുന്നവൻ പൗരാണികൻ എന്ന മഹാകീർത്തിയുള്ള സൂതൻ ഭഗവാനിൽ സ്ഥിരമായി വെച്ച മനസ്സോടുകൂടെ പറയാം, കേൾക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. ഇത് വ്യാസവചനം. വ്യാസരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ലേ? സൂത ഉവാച. അപ്പോൾ അതിന് മറുപടിയായിട്ട് രോമകർഷണപുത്രനായ സൂതൻ മറുപടി പറയണു. 8ാമത്തെ ശ്ലോകം. ഹരേർധൃതക്രോഡതനോ സ്വമായയാ നിശമ്യം ഗോരുദ്ധരണം രസാതലാത്. അവിടെ ഗോന്നുള്ളതിന് ഭൂമി എന്നർത്ഥം പറയാം. ലീലാം ഹിരണ്യാക്ഷമവജ്ഞയാഹതം സംജാതഹർഷോ മുനിമാഹഭാരതാം. സ്വമായയെ, അതായത് തൻ്റെ ഇച്ഛയാൽ വരാഹരൂപം ധരിച്ചിരിക്കുന്ന ഹരിയുടെ രസാതലത്തിൽ നിന്ന്, അതായത് ജലാന്തരഭാഗത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചതും പ്രയാസം കൂടാതെ ഹിരണ്യാക്ഷനെ സംഹരിച്ചതുമായ ക്രീഡയെ കേട്ടിട്ട് സന്തോഷിച്ച വിതുരർ മുനിയോട്, മൈത്രേയ മുനിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത് എന്നാൽ അത് അടുത്ത ശ്ലോകം. പക്ഷേ ഇതിൻ്റെ ഭാവാർത്ഥം പറയാണ്. ഇനി സൂതൻ ശൗനകാദികളോട് പറഞ്ഞു, സ്വമായാശക്തിയാൽ വരാഹദേഹത്തെ അംഗീകരിച്ച് അവതരിച്ച ഭഗവാൻ രസാതലത്തിൽ നിന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നുറപ്പിച്ചതും ആദിദൈത്യനായ ഹിരണ്യാക്ഷനെ നിസ്സാരഭാവത്തോടെ വിനോദമായി സംഹരിച്ചതുമായ ലീലയെ കേട്ടിട്ട് വിതുരർ ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴുണ്ടായ സന്തോഷത്തെ പ്രകാശിപ്പിക്കുന്ന രോമാഞ്ചത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മൈത്രേയരോട് പറഞ്ഞു. ഗദ്ഗതമായിട്ട് രോമാഞ്ച കുഞ്ചിത അല്ലേ, എന്തൊക്കെയാ പറയേണ്ട അറിയില്ല. രോമാഞ്ചം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരാൾ സ്പർശിച്ചുണ്ടാവുന്ന സുഖത്തിനേക്കാൾ മീതിയാണ് അന്തർഗതനായ അന്തര്യാമിയായ ഭഗവാന്റെ എന്താണെന്നാ പറയുക, കഥകളിൽ നിന്നുണ്ടാകുന്ന അനുഭവരസം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയണു വിതുര ഉവാചാം 9. പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതീൻ കിം ആരഭത മേ ബ്രഹ്മൻ പ്രബ്രൂഹ്യ വ്യക്തമാർഗവിത്. അപ്പോൾ പറഞ്ഞു,
പ്രജാപതികളുടെ നാഥനായ ബ്രഹ്മാവ് പ്രജകളെ സൃഷ്ടിപ്പാനായി പ്രജാപതികളെ സൃഷ്ടിച്ച ശേഷം അസ്പഷ്ടനായ ഭഗവാന്റെ, സ്പഷ്ടമല്ലാത്ത അസ്പഷ്ടനായ ഭഗവാന്റെ അധികാരത്തെ അറിയുന്ന ബ്രഹ്മാവ് എന്തു ചെയ്തു? ബ്രാഹ്മണോത്തമ, എന്നോട് സ്പഷ്ടമായി പറഞ്ഞാലും എന്ന് വിദുരർ പറയണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥമാണ് ഇനി പറയണത്. എന്താ? പ്രജാപതികളുടെ പതിയായ ബ്രഹ്മാവ് പ്രജാഭിവൃദ്ധിയെ ഉദ്ദേശിച്ചിട്ട് മരീചിയാദികളായ പ്രജാപതികളെ സൃഷ്ടിച്ചതിൽ പിന്നെ അവ്യക്ത സ്വരൂപനായ ഭഗവാന്റെ ആരാധനത്തിനായി എന്തൊന്ന് ചെയ്തുവെന്ന് അങ്ങ് അരുളി ചെയ്യണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവിടെ നിർത്തും ഞാൻ. കാരണം കുറച്ച്, അതായത് കുരുവമ്പലം ക്ഷേത്രത്തിൽ താലിപ്പലിയോടനുബന്ധിച്ച് ഇന്ന് പൂതം വരാണ്. പിന്നെ അത് മാത്രമല്ല, നാളെ പാട്ടുഘോഷമായി, അത് കഴിഞ്ഞാൽ താലിപ്പലിയായി. ഒരു 3 ദിവസം ഗംഭീര തിരക. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അത് മുടങ്ങി പോകരുത് എന്നുള്ളൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിക്കുന്നു. പിന്നെ ഈ എപ്പിസോഡുകൾ കാണുന്നവർ അവരുടെ ഐഡൻറ്റിറ്റി പറഞ്ഞാൽ അതെനിക്ക് എന്താണ് പറയുക, ആൾക്കാരെ മനസ്സിലാക്കാൻ, ആരാണിത് കേൾക്കണത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ നിങ്ങളുടെ നല്ല സ്നേഹിതന്മാർക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ അനുഭവം ഉണ്ടാവാൻ നിങ്ങൾ കാരണക്കാരായാൽ അത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ശ്രേയസ്സിനെ തരുന്നതാണ് എന്നുള്ള സത്യത്തിനെ ഒന്ന് ഓർമ്മിപ്പിക്കണം. നമസ്കാരം.